ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എയിം ഫോർ PSC യൂട്യൂബ് ചാനൽ. 2024 മുഴുവൻ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സും ചർച്ച ചെയ്യുന്ന വീഡിയോ സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോ സീരീസിലെ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തി പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ സീരീസിലെ ക്ലാസ്സുകളെല്ലാം കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാതെ 2024 ഡിസംബർ 15 PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് നോക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഷാജി N കരുണിന്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കാണ് 2023 പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഷാജി N കരുണിന് ലഭിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കാണ് 2023 പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ JC ഡാനിയൽ പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായും പഠിച്ചിരിക്കണം. ഈ വർഷത്തെ IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഹോങ്കോങ് സംവിധായികയും നടിയുമായ ആൻ ഹ്യൂയിക്ക്. ഇമ്പോർട്ടൻ്റ് ആണിത്. ഈ വർഷത്തെ IFFK ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഹോങ്കോങ് സംവിധായികയും നടിയുമായ ആൻ ഹ്യൂയിക്ക്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിൻ്റെ സംവിധായിക പായൽ കപാഡിയയ്ക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിൻ്റെ സംവിധായിക പായൽ കപാഡിയയ്ക്ക്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ എന്ന ചരിത്രമെഴുതി ഋഷിത ഋതു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ എന്ന ചരിത്രമെഴുതി ഋഷിത ഋതു. രണ്ടാമത് KT കൃഷ്ണവാര്യർ പുരസ്കാരം പ്രൊഫസർ M ലീലാവതിക്ക്. തോപ്പിൽ ബാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ബാസി അവാർഡ് പെരുമ്പടവം ശ്രീധരന്. ഇക്കൊല്ലത്തെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ മിഷേൽ ബാച്ലെയ്ക്ക്. ഇക്കൊല്ലത്തെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകയുമായ മിഷേൽ ബാച്ലെയ്ക്ക്. 5 ലക്ഷം രൂപയുടെ GD ബിർള അവാർഡ് ഫോർ സയന്റിഫിക് റിസർച്ചിന് പ്രൊഫസർ സുബി ജേക്കബ് ജോർജ് അർഹനായി. 5 ലക്ഷം രൂപയുടെ GD ബിർള അവാർഡ് ഫോർ സയന്റിഫിക് റിസർച്ചിന് പ്രൊഫസർ സുബി ജേക്കബ് ജോർജ് അർഹനായി. കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ കലാനിധി പുരസ്കാരങ്ങൾ കവി പ്രഭാവർമ്മയ്ക്കും രവി മേനോനും. കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ കലാനിധി പുരസ്കാരങ്ങൾ കവി പ്രഭാവർമ്മയ്ക്കും രവി മേനോനും ലഭിച്ചു. സിസ്റ്റർ ബനീഞ്ഞ സാംസ്കാരിക സമിതിയുടെ ബനീഞ്ഞ പുരസ്കാരം പെരുമ്പടവം ശ്രീധരന്. സിസ്റ്റർ ബനീഞ്ഞ സാംസ്കാരിക സമിതിയുടെ ബനീഞ്ഞ പുരസ്കാരം പെരുമ്പടവം ശ്രീധരന് ലഭിച്ചു. ഇന്ത്യയുടെ ദൊമ്മരാജു ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ. ചെസ് ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരവുമാണ് D ഗുഗേഷ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഇന്ത്യയുടെ ദൊമ്മരാജു ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ. ചെസ് ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരവുമാണ് D ഗുഗേഷ്. ചെറുതുരുത്തി കഥകളി സ്കൂളിന്റെ P കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം MPS നമ്പൂതിരിക്കും MP സുരേന്ദ്രനും. മലയാളിയായ സഹറു നുസൈബ കണ്ണനാരിയുടെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലിന് ഈ വർഷത്തെ ക്രോസ് വേർഡ് അവാർഡ്. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാവ് ഘോഷ്, മലയാളികളായ ഇംഗ്ലീഷ് എഴുത്തുകാർ രാധാകൃഷ്ണൻ പിള്ള, ജയശ്രീ കളത്തിൽ, സന്ധ്യ മേരി എന്നിവർക്കും പുരസ്കാരങ്ങളുണ്ട്.
ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ ഭരതമുനി ദേശീയ പുരസ്കാരം സൂര്യകൃഷ്ണമൂർത്തിക്ക്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2034 ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ വേദിയാകും. 2034 ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ വേദിയാകും. 2020 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച് ഇന്ത്യക്കാരന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഉർവിൽ പട്ടേലും അഭിഷേക് ശർമ്മയും. 2020 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച് ഇന്ത്യക്കാരന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഉർവിൽ പട്ടേലും അഭിഷേക് ശർമ്മയും. ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കി ന്യൂസിലാൻഡിന്റെ കെയ്ൻ വില്യംസൺ. സയ്യിദ് മോദി ബാഡ്മിന്റൺ സൂപ്പർ സീരീസ് ടൂർണമെന്റിൽ കിരീടം ചൂടി ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും ലക്ഷ്യ സെന്നും. വനിതാ ഡബിൾസിൽ മലയാളി താരം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചേർന്ന സഖ്യവും ജേതാക്കളായി. സയ്യിദ് മോദി ബാഡ്മിന്റൺ സൂപ്പർ സീരീസ് ടൂർണമെന്റിൽ കിരീടം ചൂടി ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും ലക്ഷ്യ സെന്നും. വനിതാ ഡബിൾസിൽ മലയാളി താരം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചേർന്ന സഖ്യവും ജേതാക്കളായി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അതായത് ICC അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ് ഷാ ചുമതലയേറ്റു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ് ഷാ ചുമതലയേറ്റു. ഇമ്പോർട്ടൻ്റ് ആണിത്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റിൽ സിക്കിമിനെതിരെ 20 ഓവറിൽ 349 റൺസ് നേടി ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് റെക്കോർഡിട്ട് ബറോഡ ടീം. ഗാംബിയയ്ക്കെതിരെ സിംബാബ്വെ 20 ഓവറിൽ 344 റൺസ് എടുത്ത റെക്കോർഡ് പഴങ്കഥയായി. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റിൽ സിക്കിമിനെതിരെ 20 ഓവറിൽ 349 റൺസ് നേടി ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് റെക്കോർഡിട്ടു ബറോഡ ടീം. ഗാംബിയയ്ക്കെതിരെ സിംബാബ്വെ 20 ഓവറിൽ 344 റൺസ് എടുത്ത റെക്കോർഡ് പഴങ്കഥയായി മാറി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംബാബ്വേയുടെ റെക്കോർഡ് തകർക്കപ്പെട്ടു എന്ന കാര്യം പ്രത്യേകം ഓർത്തു വെക്കണേ. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായി ബെലറൂസിന്റെ ആര്യാന സബലേങ്ക തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായി ബെലറൂസിന്റെ ആര്യാന സബലേങ്ക തെരഞ്ഞെടുക്കപ്പെട്ടു. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ മലയാളി താരം നിഹാൽ സരിന് കിരീടം. ഇമ്പോർട്ടൻ്റ് ആണിത്. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ മലയാളി താരം നിഹാൽ സരിന് കിരീടം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. RBI ഗവർണർ ആരെന്ന് ഉറപ്പായും ഇനി വരുന്ന പരീക്ഷകളിൽ ചോദ്യമുണ്ടാകും. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നവിസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നവിസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇമ്പോർട്ടൻ്റ് ആണിത്. അടുത്തിടെ ചുമതലയേറ്റ മുഖ്യമന്ത്രിമാരെ പ്രത്യേകം പഠിച്ചു വെക്കണേ. ജാരദ് ഐസക്മാനെ നാസയുടെ പുതിയ മേധാവിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. ജാരദ് ഐസക്മാനെ നാസയുടെ പുതിയ മേധാവിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. മുഹമ്മദ് അൽ ബഷീറിനെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു. മുഹമ്മദ് അൽ ബഷീറിനെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു. കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് മിഷൻ മൗസം. കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് മിഷൻ മൗസം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ ആയതിനാൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഏറെയാണ്. ചെന്നൈയിലും പുതുച്ചേരിയിലും ദുരിതം വിതച്ച് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. ചെന്നൈയിലും പുതുച്ചേരിയിലും ദുരിതം വിതച്ച് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്.
ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ചുഴലിക്കാറ്റുകൾ PSCയുടെ ഇഷ്ടവിഷയമാണ്. തീർച്ചയായും ഇത് പഠിച്ചു വെക്കണം. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും പഠിച്ചു വെക്കണം. 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്തു വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പേഡെക്സ് സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ സജ്ജമായി ഇന്ത്യ. 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്തു വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പേഡെക്സ് സാങ്കേതിക വിദ്യ പരീക്ഷിക്കാൻ സജ്ജമായി ഇന്ത്യ. ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ 3 വിക്ഷേപണം വിജയകരം. സൂര്യന്റെ ഏറ്റവും ചൂടേറിയതും പുറമേയുള്ള പ്രഭാവലയമായ കൊറോണ പാളിയെ പറ്റിയുള്ള പഠനം ലക്ഷ്യമിടുന്നതാണ് പ്രോബ 3 ദൗത്യം. ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ 3 വിക്ഷേപണം വിജയകരം. സൂര്യന്റെ ഏറ്റവും ചൂടേറിയതും പുറമേയുള്ള പ്രഭാവലയമായ കൊറോണ പാളിയെ പറ്റിയുമുള്ള പഠനം ലക്ഷ്യമിടുന്നതാണ് പ്രോബ 3 ദൗത്യം. പ്രോബ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായും പഠിക്കണം. നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലായ INS തുശീൽ കമ്മീഷൻ ചെയ്തു. നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലായ INS തുശീൽ കമ്മീഷൻ ചെയ്തു. ഗർഗ എന്നു പേരുള്ള കമിക്കാസി ഇനത്തിൽപ്പെട്ട അത്യാധുനിക ചാവേർ ഡ്രോൺ വികസിപ്പിച്ച് ഇന്ത്യൻ സൈന്യം. ഗർഗ എന്ന പേരുള്ള കമിക്കാസി ഇനത്തിൽപ്പെട്ട അത്യാധുനിക ചാവേർ ഡ്രോൺ വികസിപ്പിച്ച് ഇന്ത്യൻ സൈന്യം. ഇമ്പോർട്ടൻ്റ് ആണിത്. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. വില്ലോ ചിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ അതായത് UNEPയുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചു. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം കിട്ടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. തീർച്ചയായും പഠിക്കണേ. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം നിവേദിത ബാനർജി സംവിധാനം ചെയ്ത ഇന്ത്യൻ ചിത്രമായ ദ കുംഭയ സ്റ്റോറിക്ക്. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം നിവേദിത ബാനർജി സംവിധാനം ചെയ്ത ഇന്ത്യൻ ചിത്രമായ ദ കുംഭയ സ്റ്റോറിക്ക് ലഭിച്ചു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ടൈം മാസിക 2024 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ടൈം മാസിക 2024 പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തു. ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക ജെമിനി 2.0 പുറത്തിറക്കി ഗൂഗിൾ. ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക ജെമിനി 2.0 പുറത്തിറക്കി ഗൂഗിൾ. AI സാങ്കേതിക വിദ്യ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയതിനാൽ ഇത് തീർച്ചയായും പഠിക്കണം. മൈക്രോസോഫ്റ്റിന്റെ AI കോ പൈലറ്റ്, ഓപ്പൺ AIയുടെ ചാറ്റ് GPT, ചൈന അടുത്തിടെ വികസിപ്പിച്ച AI ചാറ്റ് ബോട്ടായ ഡീപ് സീക്ക് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർണാടക മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയുമായിരുന്ന SM കൃഷ്ണ അന്തരിച്ചു. നിരൂപകനും ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായിരുന്ന ചെമ്പുക്കാവ് പ്രൊഫസർ MR ചന്ദ്രശേഖരൻ അന്തരിച്ചു. പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി MDR രാമചന്ദ്രൻ അന്തരിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ. ഹാപ്പി ലേണിംഗ്.